ഭയങ്കര വയലൻസ് ഒക്കെയുള്ള ആക്ഷൻ മൂവീസ് കണ്ട് ബോറടിച്ചിരിക്കുമ്പോഴാണ് ഒരു വെറൈറ്റി ആക്ഷൻ മൂവി ആണെന്ന് തോന്നിയത്. അപ്പോൾ തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യൻ ടൂർ റിലീസായി. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊരുമാതിരി വല്ലാത്ത വെറൈറ്റി ആയിപ്പോയി. ഇത്രയും വ്യത്യസ്തമായിട്ട് ആൾക്കാരെയൊക്കെ കൊല്ലുന്ന ഒരു പടം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല. പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന കുറച്ച് അനീതികളൊക്കെയാണ്. വിദ്യാഭ്യാസ ലോൺ എടുത്ത വിദ്യാർത്ഥിയുടെ വീട്ടിൽ ബാങ്കുകാരുടെ അതിക്രമം. ഇവിടെ ഡ്രോണിലാണ് എഡ്യൂക്കേഷൻ ലോൺ തട്ടിപ്പിന്റെ ന്യൂസ് ഒക്കെ എടുക്കുന്നത്. വെരി നൈസ്. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചെന്നെങ്കിൽ ജോലി ചെയ്താലേ ലോണിന്റെ ബാക്കി പൈസ അടയ്ക്കാൻ പറ്റൂ. ഇവനൊക്കെ ഏതാ അതെന്തായാലും ആയിട്ട്. പിന്നെ കാണിക്കുന്നതാണ് അനീതി നമ്പർ 2. ഇപ്പൊ തന്നെ അറിയണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അറിഞ്ഞാൽ മതിയാ. മേഡം എന്താ ഉണ്ടായെന്ന് പറ. നിങ്ങളുടെ മോളുണ്ടായിരുന്നല്ലേ, ഇവർക്ക് എന്താ പറ്റിയേ? ചിത്ര അരവിന്ദ്, സോഷ്യൽ മീഡിയ, ഇപ്പൊ ഐ വിറ്റ്നസ്. ഇനി പറ. ഓ, ഞെട്ടലൊക്കെ കണ്ടാ തോന്നിയതോ മിനിസ്റ്റർ വല്ലതും ആണെന്ന്. ഇനി ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊന്നും മര്യാദയ്ക്ക് പെരുമാറുന്നില്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. ചിത്ര അരവിന്ദ്, സോഷ്യൽ മീഡിയ. അങ്ങനെ ഈ അനീതികളൊന്നും കണ്ടു സഹിക്കാൻ പറ്റാതെ ഈ സോഷ്യൽ മീഡിയകളൊക്കെ കൂടെ കംബാക്ക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഷ്ടാഗ് അങ്ങ് ഇടും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യയിൽ പോലും ഉണ്ടാകും. പുള്ളി ചൈനയിലൊക്കെ പോയിട്ട് ഒരു വില്ലനായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. റൗണ്ട് 1 ട്രാൻസ്ജെൻഡർ ഫൈറ്റ്. ഈ ഫൈറ്റിന്റെ ഇടയിൽ പുള്ളി 2 വിരൽ വെച്ചിട്ട് ഒരു തിരിയങ്ങ് തിരിക്കും. അപ്പൊ തന്നെ നമ്മുടെ വില്ലന്റെ ജെൻഡർ തന്നെ അങ്ങ് മാറിപ്പോവും. എന്നിട്ട് കുറെ നേരം എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇയാൾ വില്ലനെ അങ്ങ് കൊല്ലും. എന്നാൽ പിന്നെ ഇയാൾക്ക് ആദ്യം മര്യാദയ്ക്ക് അങ്ങ് കൊന്നാൽ പോരെ. അങ്ങനെ എന്തായാലും അവസാനം ഇന്ത്യൻ ഹാഷ്ടാഗ് ട്രെൻഡ് ഒക്കെ കാണും. എന്നിട്ട് നേരെ പുള്ളി ഇന്ത്യയിലേക്ക് വിടും. അപ്പൊ തന്നെ ഇന്ത്യ മൊത്തത്തിൽ സെലിബ്രേഷൻ ഒക്കെ അങ്ങ് തുടങ്ങും. നിങ്ങൾ തന്നോണ്ടല്ലേ എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ. ഇതായൊരു സ്പൈഡർമാനാ. എന്തായാലും നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ ഒരു കൈക്കൂലിക്കാരനെ അങ്ങ് കൊല്ലും. അല്ലാതെ തന്നെ കുത്തിയിട്ടുണ്ട്. ഈ വർമ്മം കൊടുത്താൽ ഇവന് പാട്ട് നിർത്താനേ കഴിയില്ല. ഇനി എന്തായാലും ഒരു മൈക്കും കൊടുത്ത് അമ്പലത്തിൽ വല്ലതും ഇരുത്താം. ഓ, ഇതും പറ്റൂല. അടുത്തായിട്ട് പുള്ളി നേരെ വേറൊരു വില്ലനെ കൊല്ലാൻ പോകും. എന്നിട്ട് അവിടെ നിന്ന് വില്ലനെ വിരൽ വെച്ച് കുത്തി കുതിരയാക്കും. അങ്ങനെ ഈ കുതിര നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് ഓടും. അതിന്റെ പുറകെ ഇങ്ങേരുടെ ഫാമിലി ഒക്കെ ആണെങ്കിൽ വെച്ച് പിടിക്കും. കുറെ ആൾക്കാർ കാറിൽ പോകും, കുറെ ആൾക്കാർ നടന്നു പോകും, കുറച്ച് ആൾക്കാർ ബൈക്കിൽ പോകും. എന്നാലൊന്നും ഈ കുതിരേനെ ആയിരിക്കും പിടിക്കാൻ പറ്റൂല. ഇയാൾ ഇവനെ കുത്തി ഫ്ലാഷ് ഔട്ട് ആക്കിയത്. അങ്ങനെ ഈ കൂട്ടിയോട്ടത്തിന്റെ ഇടയിൽ പുള്ളി നേരെ താഴെ വീണങ്ങ് മരിക്കും. കൺഗ്രാജുലേഷൻസ് ബ്രോ, ഇനി ഓടണ്ടല്ലോ. ഇതിന്റെയൊക്കെ ഇടക്കാണെങ്കിൽ ഇന്ത്യൻ പോയിട്ട് വരുന്നതിന്റെ തുപ്പല് കൊണ്ട് കോട്ടൊക്കെ എഴുതും. വല്ല പേന പേപ്പറോ വല്ല മേടിക്കടാ കിളവാ. ആരെ കുറിച്ചും എന്തിനെ കുറിച്ചും കക്കൂസ് കമന്റുകൾ ഇടുന്ന നിന്നെ പോലുള്ള വൃത്തികെട്ട കൃമികളെ അടുത്ത റൗണ്ടിൽ ഞാൻ തീർക്കും. തുപ്പലുകൊണ്ട് എയറിൽ എഴുതിയാൽ മതി, അതിനൊരു പ്രശ്നമില്ല. പേപ്പറിന് വേണ്ടി മരമുറിക്കുന്നൊക്കെ സേവ് ചെയ്യാലോ അല്ലേ ഇന്ത്യൻ സാർ. അങ്ങനെ എന്തായാലും അവസാനം ബാക്കിയുള്ള വില്ലന്മാരൊക്കെ ഇന്ത്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറെ ഗുണ്ടകളെ ഏൽപ്പിക്കും. പക്ഷെ ഇന്ത്യൻ ഈ ഗുണ്ടകളെയൊക്കെ കുത്തി സ്റ്റാച്യു ആക്കും. ഇതൊക്കെ കണ്ടിരുന്ന ഏത് മനുഷ്യന്മാരായാലും ഒറ്റ ഓട്ടത്തിന് പിന്നെ ഇയാളുടെ മുന്നിൽ പോലും വരൂല. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഗുണ്ടകൾ ഈസ് ഡിഫറെന്റ്. ഇവന്മാരൊക്കെ കൂടെ ഷർട്ട് വരും. എന്തിനാന്ന് ആർക്കറിയാം. പക്ഷെ ഇതൊക്കെ കണ്ടത് നമ്മുടെ ഇന്ത്യൻ ഉണ്ടല്ലോ, പുള്ളിയും ഷർട്ട് വരും. പക്ഷെ പുള്ളിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. പുള്ളി 2 കൈ നേരെ മുകളിലേക്കാക്കും. അപ്പൊ തന്നെ പുള്ളിയുടെ കൊടവേറ് മാറി 6 pack ആവും. വെറുതെ ജിമ്മിലേക്കൊക്കെ പോയി. പിന്നെ ഇവന്മാരുടെ ബോഡിയിൽ ലൈറ്റ് എന്താന്ന് ചോദിക്കരുത്, അതെനിക്കും അറിയില്ല. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചോന്നല്ല, ഇത് സിനിമയിലുള്ളതാ. എന്തായാലും പുള്ളി LED ബൾബൊക്കെ അടിച്ചു പൊളിക്കുകയും ചെയ്തിട്ട് ബാക്കിയുള്ള എണ്ണത്തിനൊക്കെ കുതിരയാക്കുകയും ചെയ്യും. അങ്ങനെ എന്തായാലും അവസാനം ഈ പടം അങ്ങ് തീരും. പക്ഷെ എന്നിട്ട് ഇന്ത്യൻ 3ന്റെ ഒരു ട്രെയിലറും കൊണ്ട് വെക്കും. ഓ, ഇനി അതും ഉണ്ടാ. ബൈ ദ വേ ശങ്കർ സാർ, ഇന്ത്യൻ 2 പോലെ തന്നെ ഇന്ത്യൻ 2 കലക്കി അടുത്തത് നിങ്ങൾ അന്യൻ 2 എടുക്കണം.